മൈ മെയ് മന്ത് റീസെറ്റ് റൊട്ടീൻ. സോ ഇന്നത്തെ വീഡിയോ മെയ് മന്തിലെ ഒരു റീസെറ്റ് റൊട്ടീൻ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ മന്ത് സ്റ്റാർട്ടാക്കുമ്പോൾ കഴിഞ്ഞ മന്തിലെ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചൊരു റിഫ്ലക്റ്റ് ജേണൽ കണക്ക് എഴുതാറുണ്ട്. റിഫ്ലക്ഷൻ ജേണൽ എന്തെന്ന് വെച്ചാൽ, നമ്മൾ മുന്നിലത്തെ മാസത്തിലെ കാര്യങ്ങളൊക്കെ എത്ര നന്നായി നമുക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജേണലിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കുണ്ടായ കുറച്ച് മിസ്റ്റേക്കൊക്കെ നമുക്ക് ഈ ഒരു മാസം ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഈ ഒരു ജേണലിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാനിതെപ്പോഴും ചെയ്യാറുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഏപ്രിൽ മന്തിലെ റിഫ്ലക്റ്റ് ജേണലാണ് കേട്ടോ ചെയ്യുന്നത്. പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ കിട്ടിയ ഒരു തീം വെച്ചിട്ടാണ് ഞാൻ ഒരു റിഫ്ലക്റ്റ് ജേണൽ ചെയ്തത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു ജേണൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ മാസവും ചെയ്യുന്നതാണല്ലോ ബുള്ളറ്റ് ജേണൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് മെയ് മന്ത് എപ്പോഴും സ്പെഷ്യൽ ആൻഡ് ഫേവറേറ്റ് മന്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് മൈ ബർത്ത്ഡേ മന്ത്. സോ ബുള്ളറ്റ് ജേണലും ഞാൻ ഒരു ബർത്ത്ഡേ തീം റിലേറ്റഡ് ആയിട്ടാണ് ഒരു ഫ്രണ്ട് പേജൊക്കെ കൊടുത്തത്. കുറച്ച് ഗിഫ്റ്റും ബലൂണും അങ്ങനെയൊക്കെയായി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു. നെക്സ്റ്റ് പേജ് എൻ്റെ ബർത്ത്ഡേ എന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലെറ്റർ പോലെ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്. അതിലെൻ്റെ ബർത്ത്ഡേ റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ബുള്ളറ്റ് ജേണലിങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ മാസത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് പോലെ ബുള്ളറ്റ് ജേണലിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പിങ്ക് തീമാണ് ബുള്ളറ്റ് ജേണലിന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വാഷ് ചെയ്ത ഡ്രസ്സ് എനിക്ക് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് നെക്സ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോൾഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ റൂം മേക്ക് ഓവറിന് വേണ്ടി ഒരു ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാനായിട്ട് ഒരു കാർഡ് പോലെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ചെയ്തതാണ്. ഇത് നമുക്ക് ബുക്ക് മാർക്കായിട്ടും യൂസ് ചെയ്യാം. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ പഴയൊരു ബുക്കിൻ്റെ ബൈൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് ഞാൻ പിന്നെ അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മെയ് മന്തിന് വേണ്ടി ഒരു ജേണലിങ് കൂടെ ചെയ്യുന്നുണ്ട്. എൻ്റെ മെയ് മന്തിലെ ഗോൾസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ചെയ്തത്. ഒരു റെഡ് തീമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് കൊണ്ടാണ് ചെയ്തത്. ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജേണലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ടേബിൾ ആകെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. പിന്നെ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാതിരിക്കുന്ന സ്പേസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുന്ന സ്പേസൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നും. അത് കഴിഞ്ഞ് ഒരു പുതിയ സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വേറൊന്നുമല്ല, മൂഡ് ബോർഡ്. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാസത്തെ ഇങ്ങനെ ചെയ്ത് നോക്കിയതായിരുന്നു. ഈ ഒരു മാസത്തിലെ ഗോൾസൊക്കെ നമ്മളൊരു തീം സെലക്ട് ചെയ്ത് നമ്മൾ വാൾപേപ്പർ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾസിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് ഈവനിങ് ആയി കേട്ടോ. എനിക്ക് സ്കൈ വാച്ച് ചെയ്യുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. എനിക്ക് സ്കൈ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ, പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കെയർ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് നല്ല റിലാക്സ് ആയതുപോലെ തോന്നും. സോ ഇതെൻ്റെ ഫേവറേറ്റ് ടൈം കൂടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.